നമുക്ക് വാർത്തകളെ തടയാൻ പറ്റില്ല. പക്ഷേ ഈ ഞാൻ പറയുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്, വാർത്തകളല്ല പറയണേ. ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഇപ്പം ഞാൻ മദ്രാസിൽ പോയി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും തമിഴ് ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ മലയാള ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ നിരന്തരം പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, ഇതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ അവിടെ അവർ ഇതിന് വിളിച്ചു, അവർ ഇത് വിളിച്ചു, അവർ പെൺകുട്ടി, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട്. മറ്റൊരു ഇതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു ലേഡി തന്നെ പറഞ്ഞു, ഈ WCCയിലുള്ള അംഗം തന്നെയാണ് പറഞ്ഞത്, നടിക്ക് സംഭവിച്ച സമാനമായ ഒരു വിഷയം മറ്റൊരു നടിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര വലിയൊരു ക്രൈമാണ്. അത് ആരാണ് ഒളിപ്പിച്ചു വെച്ചത്? ഇപ്പം പത്രസമ്മേളനത്തിൽ അവർ ചോദിച്ചു, നിങ്ങൾക്ക് സ്വമേധയാ ഇവരെ പിന്നെ ഹേമ കമ്മിറ്റി മുമ്പാകെ കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് സ്വമേധയാ ഇറങ്ങാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ മാതിരി, അങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും സ്വമേധയാ അതിനു വേണ്ടി ഇറങ്ങാം. രാധികയ്ക്ക് ഇറങ്ങാം. നേരത്തെ പറഞ്ഞ ഏത് നടിക്കെതിരെയാണോ അത് നടന്നത്, ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞു, പോലീസ് ഇത് അന്വേഷിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഈ ഇൻഡസ്ട്രിയിൽ ഒരു ഡ്യൂട്ടി ഉണ്ട്, അത് ചെയ്യണം. കാരണം ഇത് നമ്മുടെ തൊഴിൽ മേഖലയാണ്. ഈ തൊഴിൽ മേഖല നന്നാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ദൗത്യമോ പുരുഷന്മാരുടെ മാത്രം ദൗത്യമോ അല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അത് ഇനിയെങ്കിലും അത് ചെയ്യണം. പക്ഷേ ഈ WCC പോലും ഇതിനകത്ത് മുന്നിട്ടിറങ്ങിയപ്പോൾ കിട്ടിയത് പരിഹാസങ്ങളാണ്. ഇപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ പോലും ഇത് വളഞ്ഞു വരികയാണ്. അതായത് ഭാഗ്യലക്ഷ്മി കൂടെ അല്ല എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ ഉണ്ടായി പോകുന്നത്. അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് സംസാരിച്ചത് എൻഡിലേക്ക് എത്തുക? ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒരു കോൺക്ലേവിലൂടെ നമുക്കിത് പരിഹരിക്കാമെന്നൊക്കെ ഉള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നു. അത് ഒരു തരത്തിലും ആർക്കും സ്വീകാര്യമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യാന്നുള്ളതിന് ഒരുപാട് സൊല്യൂഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതെല്ലാവരും കൂടെ സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ പോലും സംസാരിച്ചപ്പോൾ കിട്ടിയ ഇത്തരത്തിലുള്ള ട്രോളുകളിലൂടെയാണ് WCC ഈ തരത്തിൽ ഇത് കൈകാര്യം ചെയ്തത്. അപ്പോൾ WCCയെ ഗ്ലോറിഫൈ ചെയ്യാനല്ല ഞാൻ ചെയ്യുന്നത്. WCC ചെയ്ത കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസ്കഷൻ തുടങ്ങി വെക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയ്ക്ക് തന്നെ ഇങ്ങനെ നേരിടുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുക? സർക്കാർ ഇത് കോൺക്ലേവ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ആരാണ് ട്രോളുകൾ ഉണ്ടാക്കിയത്? സിനിമാ സംവിധായകർ. ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്, ഉണ്ണികൃഷ്ണന്റെ കുറിപ്പിൽ, ഫേസ്ബുക്ക് കുറിപ്പിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാരവാനകത്തിരുന്ന് ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നവരാണ് എന്നാണ് അതിന്റെ സെന്റൻസ്. അത് ട്രോളല്ല, അതൊരാളുടെ അഭിപ്രായമാണത്. അതിപ്പോൾ എന്ത് ചെയ്യാം? ട്രോളാക്കി ഇപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്തെല്ലാം വൃത്തികെട്ട ട്രോളാക്കി വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, അഭിപ്രായം തന്നെ ട്രോളാണ് എന്ന് വെച്ചാൽ കാരവാനിലിരുന്ന് നിങ്ങളിത് പറയുന്നു. അതെ, അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാരവാനിലിരുന്നു ഫേസ്ബുക്കിൽ കൂടി അല്ല ഒരു സംഘടന നടത്തേണ്ടതെന്ന് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ഇതുവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനമാണ് അത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് വിസിബിളായിട്ട് മഞ്ജു വാര്യർ ഉണ്ടായിരുന്നില്ല. സംഘടനയിലുണ്ടെന്ന് തന്നെയാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഇത് പുറത്തു വന്നു. അപ്പോൾ ആ പുറത്തു വന്ന സംഘടനയ്ക്ക് തന്നെ നേരിടേണ്ടി വരുന്ന ഇങ്ങനൊരു അവസ്ഥയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺക്ലേവ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിനകത്ത് എന്താണ്, ഏത് രീതിയിൽ പോകണമെന്നാണ് ഈ കോൺക്ലേവ്? ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇരകളും വേട്ടക്കാരും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരാണ് ഇരകൾ, ആരാണ് വേട്ടക്കാർ? പോട്ടെ, ഇരകൾ സ്ത്രീകളാണ് ഇരകൾ, നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. വേട്ടക്കാരാരാണ്? അവരൊരു ലിസ്റ്റ് പറയണം. ഇന്ന ആൾക്കാർ ഈ കോൺക്ലേവിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാതെ അടച്ച് ആരും ഉണ്ടാവരുത്, നമ്മൾ സ്ത്രീകളും സർക്കാരും മാത്രം എന്ന് പറഞ്ഞൊരു കോൺക്ലേവ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ മുമ്പോട്ട് നയിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. അതേ ഞാനും പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടെന്ന് നിങ്ങളൊരു ലിസ്റ്റ് കൊടുക്ക്. ഏതൊക്കെ പുരുഷന്മാരെ വേണം എന്ന് പറയുമ്പോൾ മുഖ്യധാരാ സിനിമയുടെ പല ആളുകളെയും കൂടി അതിൽ ഉൾപ്പെടുത്തണം. അല്ലാതെ അവർക്കിഷ്ടപ്പെട്ട, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ ഈ പറയുന്ന പല ആളുകളും സ്ത്രീ വിരുദ്ധമായി സംസാരിച്ചപ്പോഴൊന്നും ഇവരാരും ഒന്നും പ്രതികരിച്ച് ഞാൻ കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് കൂടി പറയൂ. അല്ല, അത് ഇന്ന കാര്യത്തിൽ ഇന്ന ആൾക്കാർ പ്രതികരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ശരി, ഭാഗ്യലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഭാഗ്യലക്ഷ്മി. അതെങ്ങനെ? അവരെന്തിനാണ് ഈ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത്? എന്തിനാണ്? സ്ത്രീകൾ ഒരുപാട് അപമാനം അനുഭവിക്കുന്നു, സ്ത്രീകളെ ഒരുപാട് മോശമായി ഇവിടെ ചിത്രീകരിക്കുന്നു.
ഇതൊക്കെയാണ് ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു സിനിമയിൽ ആ നടിയുടെ പിന്നെ മമ്മൂട്ടിയെ നടിയുടെ പാൻറ്റിൽ പിടിച്ചു എന്ന് പറഞ്ഞാൽ അന്നൊരു ഇഷ്യൂ ഉണ്ടാക്കിയത് ആരായിരുന്നു? അവരുടെ ഒരു അംഗം തന്നെയാണ്. അതെല്ലാം ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ, ഒരു കേരള സംസ്ഥാന അവാർഡിൻ്റെ ശില്പം കാണുമ്പോൾ അത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വികാരമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളെ തന്നെയാണ് ഈ പറയുന്നത്. അത് പ്രതികരിക്കേണ്ട കാര്യം. കാരണം ഇത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി, സ്ത്രീകൾ അപമാനപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് പറയാൻ ഇത്രയും ഉന്നത ഇതിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ എല്ലാ രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള അവർക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇതിപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു ഭരണഘടനാപരമായ സംവിധാനത്തിൽ നമുക്ക് ആരോപിക്കാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഭരണഘടനാ സംവിധാനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ ബോഡി അല്ല ഇതൊരു പ്രൈവറ്റ് സംവിധാനം, ഇല്ലെങ്കിൽ ഒരു അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഇങ്ങനെയാണ് അത് ഇങ്ങനെയാണ്. പക്ഷേ ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമില്ല. ഭാഗ്യലക്ഷ്മിക്ക് ചോദ്യം ചെയ്യാം, അത് ഭാഗ്യലക്ഷ്മിയുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ അവർ പ്രതികരിക്കട്ടെ, അവർക്ക് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ അവർ പ്രതികരിക്കാതിരിക്കട്ടെ. അവരുടെ ശത്രുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കട്ടെ, അവരുടെ മിത്രങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കട്ടെ. അത് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകട്ടെ. ശരി, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് കോൺക്ലേവ് നടത്തട്ടെ. അല്ലല്ല, സെലക്റ്റീവായ പ്രതികരണങ്ങൾ നമ്മൾ പറയാം. പക്ഷെ സർക്കാരിന്റെ സംവിധാനം വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്. അത് സർക്കാർ, നിങ്ങളിപ്പോ സർക്കാരിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചത്. അല്ല, സർക്കാരിന്റെ WCCക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അല്ല. സർക്കാരിന്റെ കോൺക്ലേവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മിയുടെ അടുത്തുള്ള ചോദ്യം. സർക്കാരിൻ്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കും ഇതിൽ ആരിക്കണം എന്നുള്ളത്. അത് ഭാഗ്യലക്ഷ്മി പറഞ്ഞാലും സർക്കാർ സ്വീകരിക്കില്ല, WCC പറഞ്ഞാലും സ്വീകരിക്കില്ല, ഫെഫ്ക പറഞ്ഞാലും സ്വീകരിക്കില്ല, അമ്മ പറഞ്ഞാലും സർക്കാർ തീരുമാനിക്കും ഇവിടെ ആരിക്കണം. അല്ല, പൊതു അഭിപ്രായം പറയുന്നതിൽ ഭാഗ്യലക്ഷ്മിയുടെ എന്നോട് ചോദിച്ചാൽ അപ്പം ഞാൻ പറയും, സർക്കാരിനോട് ഞാൻ പറയും. അല്ല, അപ്പം എന്താണ് അതിൻ്റെ ഒരു വിഷൻ എന്താണെന്നാണ് മനസ്സിൽ കിടക്കുന്നത്? എനിക്ക് എല്ലാ സംഘടനയിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകളെ, അത് WCCയുടെ ഈ പറയുന്ന അവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും അതേപോലെ മറ്റുള്ള സംഘടനയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് തന്നെ അതിനോടൊപ്പം തന്നെ നിയമപരമായി ഇതിനെക്കുറിച്ച് ഇതിലെന്തെല്ലാം രീതിയിൽ സിനിമയ്ക്ക് ഉള്ളിൽ ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇതൊരാളുടെ ഇഷ്ടമാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ ഒരു സിനിമയിൽ നിന്ന് ഇല്ലാതെയാക്കാൻ സാധിക്കും. ആ ഇല്ലാതെയാക്കാൻ ഇനി ഏത് കോടതി മുമ്പ് എനിക്ക് അവരുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് അവരുടെ ഡബ്ബിങ് ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ഹെയർ ഡ്രസ്സിങ് രീതി ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്, അതെല്ലാം കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു വളരെ കർക്കശമായ ഒരു എന്താ പറയുക, വളരെ നിയമം എന്ന് പോലുമല്ല, ചില കോൺട്രാക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കണം. എഗ്രിമെൻ്റ് നിർബന്ധമാക്കണം. ഓരോരുത്തർക്കും എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അത് എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആർട്ടിസ്റ്റുകളും എന്താ പറയുന്നത്, ചിലപ്പോൾ 5 ദിവസം അഭിനയിച്ചിട്ട് എന്നെ വേണ്ടാന്ന് വെച്ചു, മറ്റൊരാളെ വെച്ചു, അത് എന്നോടിങ്ങനെ പറഞ്ഞു, ഞാൻ ഓന്ന് പറഞ്ഞത് കൊണ്ട് എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ രേഖകളാക്കണം. അവർ അഭിനയിച്ചതിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ്, എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത്, അവരെ എഡിറ്റിങ് അല്ലെങ്കിൽ അവരെ ഫോട്ടോഗ്രാഫി, ആണുങ്ങൾക്കും ഒക്കെ ഇതുണ്ടാകുന്നുണ്ട്, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നും അല്ല. ഇത്തരം കാര്യങ്ങൾക്ക് എല്ലാം ഒരു എഗ്രിമെൻറ്റിൽ കൂടി ഒരു കോൺക്ലേവ് എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് ഓഫീസേഴ്സ്, നിയമവിദഗ്ധർ, സിനിമയിലുള്ളവർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത്. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ചാൻസ് ചോദിക്കുമ്പോഴാണ് ഈ പലപ്പോഴും ഇവരൊക്കെ പീഡിപ്പിക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ചാൻസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു സംവിധാനം, എന്ത് സംവിധാനം പറയണമെന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റിയാണിത്. ഇതിനകത്ത് പല സ്ഥലത്തും നമുക്കൊക്കെ അഭിപ്രായം പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ സംവിധായകന് തീരുമാനിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനിയാണോ തീരുമാനിക്കേണ്ടത്. പണ്ടത്തെ പോലെ കുറച്ചുകൂടെ പ്രൊഡക്ഷൻ കമ്പനികൾ ഇടപെടുന്ന ഒരു സ്പേസ് ആയിരുന്നു കുറച്ചുകൂടെ മുമ്പ് മലയാള സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ സംവിധായകർ കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്, അതിനനുസരിച്ച് അത് മുന്നോട്ട് പോകും. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇതൊരു ഒഫീഷ്യൽ സംവിധാനത്തിലേക്ക് നമ്മളൊരു ആപ്ലിക്കേഷൻ അയച്ചിട്ട് നമുക്ക് എങ്ങനെ വരാൻ പറ്റും, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ? ആപ്ലിക്കേഷൻസ് അയക്കുക എന്നുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായും ഇവർ പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്.
ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഏർപ്പാട് ഇല്ലാതെയാക്കുക. കാരണം ഏറ്റവും അധികം ആരോപണ നേരിടുന്ന പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ ചൊല്ലി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരിക, അതിന് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം. കാസ്റ്റിംഗ് ഡയറക്ടർ, അപ്പോൾ നമ്മളെ ഫോറിനിലൊക്കെ അങ്ങനെയുണ്ട്, ഇപ്പോൾ ഒരുപാട് ഉണ്ട്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എപ്പോഴും ഒരു സ്ത്രീയെ വെക്കുക, കുറച്ചുകൂടി സേഫ് ആയിരിക്കും. അപ്പോൾ അതല്ല, അത് എബിലിറ്റിക്ക് അനുസരിച്ചല്ലേ അത്തരം ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ഇവിടെ ഉള്ള അല്ലല്ല, അതൊക്കെ നിയമമായി കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ ഒന്നും ചുളുവിന് നമ്മൾ ഒന്നും നേടിയെടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. അത് കൊണ്ടുവരണം നിർബന്ധം. അത് അവരൊരു ബഡ്ജറ്റ് വെച്ചാൽ മതി. എനിക്ക് ഇത്രയും ബഡ്ജറ്റേ എനിക്ക് പറ്റുള്ളൂ, അതിനൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. കാരണം സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു സിസ്റ്റമാക്കിയിട്ട്, ഇതൊരു നിയമത്തിൻ്റെ ഒരു പരിധിക്കുള്ളിൽ തന്നെ ഇത് കൊണ്ടുവരണം. ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ നിങ്ങൾ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. കാരണം ഇപ്പം പണ്ടത്തെ പോലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയാൻ പാടില്ല, ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറയണം എന്നാണ് പറയുന്നത്. പണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പിന്നെ പ്രൊഡക്ഷൻ മാനേജർ, പിന്നെ അതിന് താഴെ ഒരാൾ കൂടി ഉണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇതുപോലെയൊക്കെ ആയി. ഇപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് തന്നെയാണ് ലൈൻ പ്രൊഡ്യൂസർ. അപ്പോൾ ഏകദേശം ഈ പ്രൊഡ്യൂസറുടെ തുല്യ സ്ഥാനമാണ് അവർക്ക്. അതൊക്കെ ഒരു മാറ്റം വരുത്തിയാൽ കുറേ അധികം സ്ത്രീകൾക്ക് കുറച്ചുകൂടി സേഫായിട്ട് വിശ്വാസത്തോടു കൂടി ധൈര്യമായിട്ട് ഒരു പടത്തിൻ്റെ ഓഡിഷന് വിളിച്ചാൽ പോലും ഇനി അവിടെ പോയാൽ തന്നെ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവരെ ഓഡിഷന് വിധേയരാക്കണം. അല്ലാതെ പുരുഷന്മാർ മാത്രം ഒരു മുറിക്കുള്ളിൽ അത്തരം കാര്യങ്ങളെല്ലാം, ഇതെല്ലാം നമ്മൾ ഒരു കണ്ടീഷൻ വെക്കണം. അതിനാണ് WCC അതിനു വേണ്ടിയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അവർ അതെല്ലാം ഈ കോൺക്ലേവിൽ അവർ ഉൾപ്പെടുത്തണം. ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുമ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമായിരിക്കും, പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് ഇതൊരു പെർഫെക്ഷനിലേക്ക്. അത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ചരിത്രമായിരിക്കും. കേരളത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമ ലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവരണം. പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയുന്ന, എപ്പോഴും ഞാൻ പറയുന്ന, ഏതെങ്കിലും പത്രത്തിൽ നടിമാരെ ആവശ്യമുണ്ട്, ഇന്ന ലോഡ്ജിലേക്ക് വരുമെന്നാണ്, പോകരുത്, പറഞ്ഞാൽ കേൾക്കില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് പല രീതിയിലും സാമ്പത്തിക ചൂഷണം, ശാരീരിക ചൂഷണം, ഇതൊക്കെ ഇത് പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് എന്തോ സംസാരിച്ചിരുന്നു. ഏതോ ഒരു ഓണം കയറാൻ മൂലയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് അവസാനം വേറെ മറ്റേ മോശം സിനിമയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തത് എന്നൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിത് ഏതാന്ന് അന്വേഷിക്കാതെയാണോ പോകുന്നത്? അപ്പം അവസരം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ അടിച്ചു പിടിച്ചു ഓടാതെ അന്വേഷിക്കുക. ഏതെങ്കിലും ഇത്തിരി പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ നമ്പർ സംഘടിപ്പിച്ചു തരും, എനിക്ക് അവരോട് ചോദിക്കണം. സംഘടനാപരമായി ചോദിക്കാം, അല്ല ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാം. സ്ത്രീകളോടും പുരുഷന്മാരും ഇങ്ങനെ ശരിയാണോ, ഇത് നല്ല പ്രൊഡക്ഷനാണോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. കുറേ ഇത് സർക്കാർ മാത്രം വിചാരിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മളും കൂടി ചേരുമ്പോഴാണ് ഇത് ഭംഗിയാകുന്നത്. അപ്പോൾ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ നിയമം ഇവിടെ കൊണ്ടുവരാൻ മാത്രമേ പറ്റുള്ളൂ. ആ നിയമം പാലിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറേ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ഈ ജെന്യുവനായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനകത്തുണ്ട്, പലരും കേസിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞതുകൊണ്ടൊക്കെ ഇതിൻ്റെ ഒരു മെറിറ്റ് ഇല്ലെങ്കിൽ കേസ് കറക്റ്റായിട്ട് ജയിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ കുറേ പേരുകൾ ഇപ്പോൾ വരുമ്പോൾ കുറേ പേർക്ക് ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. ഹരിഹരൻ സാറിനെ പോലെയൊക്കെയുള്ള ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇത് അങ്ങനെയൊക്കെ നമ്മൾ റെപ്യൂട്ടഡ് ആയിട്ട് വിചാരിക്കുന്ന പല പേരുകളും നമ്മൾ കേട്ടു. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ശരിക്കും ഇതിൻ്റെ അവസാനം എന്തായിരിക്കും, ഇതിൻ്റെ ഒരു മെറിറ്റ് എന്തായിരിക്കും, ഇതിനകത്ത് നിന്ന് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഇതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ട് വേണോ ഇനി അടുത്ത സ്ത്രീവിരുദ്ധത കേൾക്കാൻ? ഇല്ല, തീർച്ചയായിട്ടും ഞാൻ പറയില്ല, ഞാൻ പറയൂല. ഇതിനൊന്ന് റൂട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മൾ. ഞാൻ പറയില്ല, ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ ആ പറച്ചിൽ നിർത്തി. എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇത് തന്നെയാണ് ആദ്യം മുതൽ. ഇപ്പം നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ ഇതിലേക്ക് വന്നു, ഇതിൻ്റെ മെറിറ്റ് ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി? നമുക്കറിയില്ല ഇത് സംഭവിച്ചതാണോ, ഇത് ഇവർ ഉണ്ടാക്കി, ഇതൊന്നും നമുക്കറിയില്ല. എന്തുകൊണ്ട്? വർഷങ്ങളുടെ പഴക്കം കൊണ്ട്. ഇനി ഇത്
ഇനി ഇതിൽ എത്ര പേർ കോടതി വരെ എത്തുമെന്ന് പോലും നമുക്കറിയില്ല. കോടതിയിലെത്തിയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏതെങ്കിലും പെൺകുട്ടിയോട് സംസാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോടതിക്കകത്ത് പെണ്ണ് നിന്ന് അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ അതിജീവിതയുടെ വിഷയം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. കരഞ്ഞു പോകും നമ്മൾ സ്ത്രീകൾ അവിടെ ചെന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത്. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. കോടതിയിൽ അപ്പൊ പിന്നെ സംവിധാനമില്ല. ഇത് എങ്ങനെയായിരിക്കുമെന്ന് ചോദിക്കരുത്. അത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇതേ ഉള്ളൂ ഉത്തരം. അവിടെ വരെ എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഇമോഷണലി അതിനെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ? നമ്മുടെ സംവിധാനങ്ങൾ തന്നെ നമ്മൾ പുതുക്കപ്പെടണം. സംവിധാനങ്ങൾ പുതുക്കപ്പെടുമ്പോൾ ആ പുതുക്കപ്പെട്ട സംവിധാനത്തിനോടൊപ്പം ഞാൻ നിൽക്കണം. ഞാൻ വേറൊരു വഴി കൂടെ പുറകെ കൂടെ കയറാൻ നോക്കരുത്. എനിക്കൊരു പാത വെട്ടി തന്നിട്ടുണ്ട്. ഞാൻ ഈ പാതയിൽ കൂടി തന്നെ ഞാൻ അവിടേക്ക് എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാണെങ്കിലും പെണ്ണാണെങ്കിലും. ഇവിടെ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എല്ലായിടങ്ങളിലും. അതുപോലെ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ അവരാരും പുറത്തു വരുന്നില്ല. സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരേ ഒരു പയ്യനാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ ഒരു പയ്യൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടുള്ളൂ. നമുക്കറിയാവുന്ന ആളുകളുണ്ട്. ഇപ്പം ഹരിഹരൻ സാറിൻ്റെ കാര്യം ചോദിച്ചു. എനിക്ക് ഹരിഹരൻ സാറിനെ എനിക്ക് തോന്നുന്നു ഒരു 15-16 വയസ്സ് മുതൽ അറിയാവുന്ന ഒരു ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇത് എന്താണിത്? ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും പോലും ഇല്ലാത്ത ഒരാൾ, ആ ആൾ എന്നെക്കുറിച്ച് മറ്റൊരു സ്ത്രീയോട് എന്തോ പറഞ്ഞു കൊടുക്കുന്നു. ആ സ്ത്രീ അതൊരു മാധ്യമത്തിൽ, ഞാൻ ആ സ്ത്രീയോട് ഡയറക്റ്റ്ലി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ നടി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ സംവിധായകൻ ഹരിഹരൻ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന്. അവർ പക്ഷേ ഒരു കാര്യം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. അതാണ് അവർ ആദ്യമായിട്ട് അവസാനമായിട്ട് അരുൺ സാറിനെ കണ്ടത്. അതല്ലാതെ അരുൺ സാർ ആ കുട്ടിയെ കണ്ടിട്ടില്ല. പക്ഷേ ഏതോ ഒരാൾ വന്ന് പറയുന്നു ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അപ്പം അത് ഒരാളോടുള്ള പകയാണോ? ഇനി അത് സത്യമായിട്ട് നടന്ന കാര്യമാണോ? ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ നാളെ കോടതിയിൽ വരുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഇപ്പോൾ പറയും ഒരു കേസ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, അത് ഉടനെ കേസാക്കാം, കേസാക്കാം, FIR ഇടാം, എല്ലാം ഉടനെ ജാമ്യം കിട്ടും. എന്നിട്ട് പിന്നെ വർഷങ്ങളോളം ഈ കേസ് കുറേ കഴിയുമ്പോൾ ഈ എനിക്ക് ആ വാക്ക് പറയുന്നതേ ഇഷ്ടമല്ല, ഇര എന്ന് പറയുന്നത്, വിക്ടിം, ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് വിക്ടിമാണ്. നമ്മളെപ്പോഴും പറയില്ലേ, വാദിയാണ് ഏറ്റവും അധികം കോടതിയിൽ ബാധിക്കപ്പെടുന്നത്. പ്രതികൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളായി ഇന്നും നമ്മളിങ്ങനെ ഭയം എന്നും അല്ലെങ്കിൽ ട്രോമ എന്നും അല്ലെങ്കിൽ എനിക്കിത് പറ്റിയില്ല, എനിക്കത് അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഒരു പവർ, ഒരു എംപവേർഡ് സന്തോഷം, ആ ഒരു കുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടല്ലോ എന്നായിരിക്കും എൻ്റെ സന്തോഷം. അത് നമ്മൾ ഓരോരുത്തരും ഓരോ കുട്ടിക്കും ഇതുപോലുള്ള ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവർ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ആ ധൈര്യം, എനിക്ക് എവിടുന്നാ ധൈര്യം ഉണ്ടായത്? അച്ഛനും അമ്മയും സഹോദരനും ആരും ഇല്ലാത്തൊരു പെൺകുട്ടിയായിരുന്നില്ലേ ഞാൻ? ആര് തന്ന ധൈര്യമാണ്? എനിക്ക് ആരും തന്ന ധൈര്യമല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് നാളെ ഒരു കാലത്ത് മലർന്നു കിടന്ന് കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു അഭിമാനം തോന്നണം. അത് ഓരോ ചെറിയ കുട്ടികളോട് സ്കൂൾ മുതൽ തന്നെ ഞാനിപ്പോൾ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ എംപവേർഡ് ആകണം, നിങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസമായിരിക്കണം, നിങ്ങളുടെ ലക്ഷ്യം തൊഴിലായിരിക്കണം. അതല്ലാതെ മറ്റ് എന്തെല്ലാം തരത്തിലുള്ള ആളുകൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അതിനു മുമ്പിൽ നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്. ഇതൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. സിനിമയ്ക്കകത്ത് ഈ പറയുന്ന മാതിരി ഈ നല്ല വെളിച്ചത്തിൽ ഈയാമ്പാറ്റകളെ മാതിരി വന്ന് വീഴുന്ന കുറേ കുട്ടികളുണ്ട്. അത് വരാൻ പാടില്ല. വെളിച്ചത്തെ നോക്കി അങ്ങനെ ഒരു പ്രാളത്തിൽ പോകരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഇതൊരു ഗ്ലാമർ ഫീൽഡ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെ നമ്മൾ ഗ്ലാമർ നോക്കി വന്നാലും, എന്തെല്ലാം നമ്മളെ ഇനിയിപ്പോൾ എന്തെല്ലാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും കഴിവ് എന്നൊരു സാധനം ഇല്ലെങ്കിൽ ആർക്കും ഇവിടെ ശോഭിക്കാൻ സാധിക്കില്ല.
ആർക്കും പറ്റില്ല. അവസാനം നമുക്ക് നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ നഷ്ടപ്പെടാതെ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ പോടാ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആലോചിച്ച് ദുഃഖിക്കാനൊന്നുമില്ല. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലെ ബോൾഡായിട്ട് നിലപാടുകൾ എടുക്കുകയും ഒപ്പം നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, സർക്കാർ അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു. സന്തോഷം.